Hi dear friends, welcome to my video. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Which of the following is not divisible by 2? Not divisible. 2 കൊണ്ട് ഒരു നമ്പർ divisible ആവണമെങ്കിൽ അതിന്റെ യൂണിറ്റ്സ് പ്ലേസിലുള്ള നമ്പർ ഒന്നുകിൽ ഈവൻ ആവണം അല്ലെങ്കിൽ 0 ആവണം. ഇതിൽ പെടാത്തത് ഈ ഓപ്ഷൻസിൽ ഏതാണെന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഓപ്ഷൻ സി 7 ആണ് യൂണിറ്റ്സ് പ്ലേസിലുള്ളത്. That is not divisible by 2 because it is an odd number. Okay, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which of the following number is divisible by 3? Divisible ആയത് ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം sum of digits നോക്കുക. Sum of digits. നമ്പർ തന്നിട്ടുള്ള നമ്പറിലെ ഡിജിറ്റ്സിന്റെ സം നോക്കുക. If that sum is divisible by 3, അത് 3 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ തന്ന നമ്പറും divisible by 3 ആയിരിക്കും. സം divisible by 3 അല്ലെങ്കിൽ തന്ന നമ്പറും divisible by 3 ആയിരിക്കില്ല. സോ നമ്മൾ ഇത് സം ചെയ്യുമ്പോൾ എ എന്ന് പറഞ്ഞ ഓപ്ഷൻ സം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 21. ബി ഓപ്ഷൻ that is 10. The sum here it is 7. അല്ലേ 7. Here it is 32. So which one is divisible by 3? ഇതിൽ ആരാണ് divisible by 3? ഈ 21 അല്ലേ 21 അല്ലേ. So this number is divisible by 3. Option A is the correct answer. Okay, so നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which among the following is divisible by 4? 4 കൊണ്ട് divisible ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ലാസ്റ്റ് 2 ഡിജിറ്റ്സ് നോക്കുക. ലാസ്റ്റ് 2 ഡിജിറ്റ്സ്. ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എന്ന് പറയുന്നത് divisible by 4 ആണെങ്കിൽ, അതായത് അത് ഫോം ചെയ്യുന്ന നമ്പർ, ഇവിടെ ഫോം ചെയ്യുന്ന നമ്പർ 24 ആണ്. Here it is 58. ഇവിടെ 15. This one is 50. ഇതിൽ ആരാണോ divisible by 4 ആണ് എന്നുള്ളത് അവൻ ലാസ്റ്റ് വരുന്ന നമ്പർ എന്ന് പറയുന്നത് divisible by 4 ആയിരിക്കും. സോ ഇവിടെ 24 എന്ന് പറയുന്നത് 4 കൊണ്ട് divisible ആണ്, 4 കൊണ്ട് divisible ആണ്. ബാക്കി ഒന്നും 4 കൊണ്ട് divisible അല്ല. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് വൺ. ഐഡിയ കിട്ടിയില്ലേ? ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ആണ് നമ്മൾ നോക്കേണ്ടത്. ആ ഒരു നമ്പർ, അത് ഫോം ചെയ്യുന്ന നമ്പർ divisible by 4 ആണെങ്കിൽ നമ്മളുടെ തന്നിരിക്കുന്ന നമ്പറും divisible by 4 ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. Which of the following is not divisible by 5? Not divisible ആണ് ചോദിച്ചത്. 5 കൊണ്ട് divisible ആവണമെങ്കിൽ ഒന്നുകിൽ യൂണിറ്റ്സ് പ്ലേസിലുള്ള നമ്പർ 5 ആവണം, 5 ആവണം, അല്ലെങ്കിൽ 0 ആവണം അല്ലേ. ഇവിടെ അത് രണ്ടും അല്ലാത്ത ആള് എന്ന് പറയുന്നത് ഓപ്ഷൻ സി is the correct answer. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. Which of the following is divisible by 6? 6 കൊണ്ട് divisible ആവണമെങ്കിൽ divisible by 2 ആയിരിക്കണം, അതുപോലെ divisible by 3 ആയിരിക്കണം. ഓക്കെ, ഇത് രണ്ടും കറക്റ്റ് ആയാൽ മാത്രമേ divisible by 6 ആവുകയുള്ളൂ. ഓക്കെ, divisible by 2 ചെക്ക് ചെയ്യാൻ വളരെ എളുപ്പമല്ലേ. യൂണിറ്റ്സ് പ്ലേസിലെ നമ്പർ നോക്കുക. അത് ഈവൻ നമ്പർ ആണെങ്കിൽ അല്ലെങ്കിൽ 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇതൊരു divisible by 2 ആണ്. 3 കൊണ്ട് divisible ആണോ എന്ന് ചെക്ക് ചെയ്യാൻ അതുപോലെ തന്നെ എളുപ്പമാണ്. നമുക്ക് തന്നിട്ടുള്ള നമ്പറിലെ എല്ലാ ഡിജിറ്റ്സും ആഡ് ചെയ്ത് നോക്കുക. ആഡ് ചെയ്തിട്ട് കിട്ടുന്ന സം divisible by 3 ആണെങ്കിൽ നമ്മളുടെ തന്നിരിക്കുന്ന നമ്പറും divisible by 3 ആയിരിക്കും. അപ്പൊ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം ആരെ ചെക്ക് ചെയ്യുന്നതാണ് എളുപ്പം? വൺസ് പ്ലേസ് നോക്കിയിട്ട് 2 കൊണ്ട് divisible ആണോ എന്ന് നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും നമുക്ക് കറക്റ്റ് ഓപ്ഷൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് അതിൽ രണ്ടിലും 3യുടെ ഓപ്ഷൻ ചെക്ക് ചെയ്താൽ മതി. അപ്പൊ ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ. ഇതിൽ ഏത് നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് divisible by 3 ആവുന്നത് നോക്കുക. ഓക്കെ, ദെൻ അതിൻ്റെ കൂടെ അപ്പൊ പിന്നെ ആ ഓപ്ഷൻ എന്തായിരിക്കും? divisible by 6 ആയിരിക്കും. ആൻസർ കമന്റ് ചെയ്യാം. Which of the following is not divisible by 7? Okay, not divisible by 7 ആണ് ചോദിച്ചത്. 7 കൊണ്ട് divisible ആവണമെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക്
ലാസ്റ്റ് യൂണിറ്റ്സ് പ്ലേസിലുള്ള ഡിജിറ്റ് എടുക്കുക 1. അതിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ പ്രോഡക്റ്റിനെ നമ്മൾ ബാക്കി വരുന്ന നമ്പർ ഉണ്ടല്ലോ 58 എന്ന് പറഞ്ഞിട്ട് 58ൽ നിന്ന് ഈ ഒരു പ്രോഡക്റ്റിനെ മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ കിട്ടുക നോക്കാം. ഓപ്ഷൻ എ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ 56 എന്ന് കിട്ടും. ഈ 56 എന്ന് പറഞ്ഞ നമ്പർ if it is divisible by 7, നോക്കാം 56 by 7 എത്രയാ? 8 അല്ലേ? അങ്ങനെ അത് ഡിവിസിബിൾ ആണെങ്കിൽ ഈ നമ്പറും ഡിവിസിബിൾ ബൈ 7 ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. 58 മൈനസ് 2 ഇൻറ്റു 2. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 58 മൈനസ് 4 ആണ്. 58 മൈനസ് 4 എന്ന് പറയുമ്പോൾ 54 ആണ്. 54 എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ എന്തല്ല? 7 അല്ല അല്ലേ? നമുക്ക് പെട്ടെന്ന് ഇതൊരു അടുത്തടുത്ത നമ്പർ ആയതുകൊണ്ട് അങ്ങനെയും മനസ്സിലാക്കാം. ഓപ്ഷൻ 1 ചെയ്താൽ തന്നെ നമുക്ക് അത് ഡിവിസിബിൾ ബൈ 7 ആണെങ്കിൽ പിന്നെ അടുത്തതല്ല എന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് MCQ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. നമുക്ക് ഈ മൂന്നാമത്തെ ഓപ്ഷൻ ഒന്ന് വെറുതെ ചെക്ക് ചെയ്ത് നോക്കാം. 41 മൈനസ് 3 ഇൻറ്റു 2. യൂണിറ്റ്സ് പ്ലേസിലെ നമ്പർ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ബാക്കി വരുന്ന നമ്പറിൽ നിന്ന് അതിനെ മൈനസ് ചെയ്യുക. 41ൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യേണ്ടത് നമ്മളുടെ 3 2 6നെയാണ്, 6നെയാണ്. സോ 41 മൈനസ് 6 35. 35 ഈസ് ഡിവിസിബിൾ ബൈ 7. നമുക്ക് ഡി ഓപ്ഷനും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. 73 മൈനസ് 5 ഇൻറ്റു 2. 5 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 10 ഇല്ലേ? 73 minus 10, that is equal to 63. This is also divisible by 7. So the answer is incorrect, like not correct, not divisible. അത് 582. ബാക്കി എല്ലാവരും divisible ആണ്. ഐഡിയ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. യൂണിറ്റ്സ് പ്ലേസിലെ നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് യൂണിറ്റ്സ് പ്ലേസിൽ നമ്പർ ഒഴിവാക്കിയാൽ കിട്ടുന്ന ബാക്കി നമ്പറിൽ നിന്ന് ആ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ നമ്പറിനെ മൈനസ് ചെയ്യുക. കിട്ടുന്ന ആൻസർ ഡിവിസിബിൾ ബൈ 7 ആണോ നോക്കുക. 7 ആണെങ്കിൽ the whole number is divisible by 7. Which of the following is divisible by 8? 8 കൊണ്ട് ഡിവിസിബിൾ ആയത് എങ്ങനെ നോക്കാം? നമ്മൾ 8 കൊണ്ട് ഡിവിസിബിൾ ആയത് നോക്കാൻ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് എടുക്കുക, എല്ലാത്തിൻ്റെയും എടുക്കുക. ഇവൻ 8 കൊണ്ടും ഡിവിസിബിൾ ആണോ നോക്കുക. ആണെങ്കിൽ the number is also divisible by 8. ഇത് നിങ്ങൾ ചുമ്മാ അങ്ങ് എന്ത് ചെയ്ത് നോക്കുക, ഡിവിസിബിലിറ്റി പെട്ടെന്ന് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ചെയ്ത് നോക്കുക എന്നിട്ട് ആൻസർ കമന്റ് ചെയ്യുക. ഓക്കെ, 8th ക്വസ്റ്റ്യൻ ഇതാണ്. when 4069 is divisible by 9, what will be the remainder? ഒരു നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്നെങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യാം? നമ്മൾ ആ എല്ലാ ഡിജിറ്റ്സിനെയും ആഡ് ചെയ്യുക. നമ്പറിലെ എല്ലാ ഡിജിറ്റ്സിനെയും ആഡ് ചെയ്യുക. ഏതൊക്കെയാ ഡിജിറ്റ്സ്? 4 പ്ലസ് 0 പ്ലസ് 6 പ്ലസ് 9. ഇവർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 19. 19. ദിസ് 19 എന്ന് പറയുന്ന നമ്പർ ഡിവിസിബിൾ ബൈ 9 ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഇതിന്റെ തൊട്ടടുത്ത് ഏതാ ഡിവിസിബിൾ ബൈ 9 ആയിട്ടുള്ളത്? 18 അല്ലേ? 18 ഡിവിസിബിൾ ബൈ 9 അല്ലേ? അപ്പൊ പിന്നെ റിമൈൻഡർ ആയിട്ട് ആരാണ് വരുന്നത്? 18 കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ഒന്നല്ലേ ഉള്ളൂ. 1 is the remainder. Which of the following is not divisible by 10? എളുപ്പല്ലേ ക്വസ്റ്റ്യൻ. 10 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ യൂണിറ്റ്സ് പ്ലേസിൽ 0 തന്നെ വേണം. 0 അല്ലാത്ത ആൻസർ ഒരേ ഒരു ആൻസർ 2552. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. 10th ക്വസ്റ്റ്യൻ. Which of the following numbers is divisible by 11? അപ്പോൾ നമുക്ക് 11 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്പറിലെ ഓഡ് പ്ലേസിലെ നമ്പേഴ്സിനെ എടുക്കുക, ഈവൻ പ്ലേസിലെ നമ്പേഴ്സിനെ എടുക്കുക, സെപ്പറേറ്റ്ലി സം ചെയ്യുക. 5 പ്ലസ് 2 പ്ലസ് 2 9, 6 പ്ലസ് 3 9. ഇവിടെ അതേപോലെ ചെയ്യാം. 5 പ്ലസ് 6 പ്ലസ് 5 16, 9 പ്ലസ് 3
9 plus 3 എന്ന് പറയുമ്പോൾ 12 അല്ലേ? 12. ഓക്കെ, ഇവിടെ ചെയ്യുമ്പോൾ ഓഡ് പ്ലേസ് 3, 2, 5. സം ചെയ്യുക 3 plus 2, 5 plus 5, 10. ഈവൻ പ്ലേസ് 1 and 9, അതും 10 തന്നെയാണ് ആൻസർ. ഇവിടെ 7, 3, 5, 15 and 2 plus 9 എന്ന് പറയുമ്പോൾ 11 വരും അല്ലേ? എന്നിട്ട് ഈ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. അതായത് സം ചെയ്ത് കിട്ടിയ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. ഇവിടെ 9 ആണ് കിട്ടിയത്. ഓഡ് പ്ലേസിന്റെ സം 9 ആണ്, ഈവൻ പ്ലേസിന്റെ സമ്മും 9 ആണ്. അപ്പോൾ ഡിഫറൻസ് കിട്ടിയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആണ് അല്ലേ? നമുക്ക് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ എല്ലാത്തിനും ഒരുമിച്ച് എഴുതാം. ഡിഫറൻസ് ഈ കേസിൽ കിട്ടിയിട്ടുള്ളത് 0 ആണ്. ഈ കേസിൽ കിട്ടിയിട്ടുള്ളത് 16 മൈനസ് 12 എന്ന് പറഞ്ഞാൽ 4 ആണ്. ഈ കേസിലും കിട്ടിയിട്ടുള്ളത് 10 മൈനസ് 10 എന്ന് പറഞ്ഞാൽ 0 ആണ്. ഈ കേസിൽ കിട്ടിയിട്ടുള്ളത് 4 ആണ്. അപ്പോൾ രണ്ട് കേസിൽ നമുക്ക് 0 കിട്ടി. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസും കറക്റ്റ് ആണ്. ഓക്കെ, അങ്ങനെ രണ്ട് ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് വരില്ല. അപ്പോൾ ഇതിൽ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നതായിരിക്കാം. ഓക്കെ, രണ്ട് ഓപ്ഷൻസിലും ഓഡ് പ്ലേസിലെ നമ്പേഴ്സും ഈവൻ പ്ലേസിലെ നമ്പേഴ്സും സം ചെയ്തിട്ട് അവരുടെ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കണ്ടു നോക്കിയപ്പോൾ 0 കിട്ടി. അപ്പോൾ അത് ഡിവിസിബിൾ ബൈ 11 ആണ്. ഇനിയിപ്പോൾ 0 കിട്ടണം എന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. 0 കിട്ടണം, അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾസ് കിട്ടണം. 11ന്റെ മൾട്ടിപ്പിൾസ് കിട്ടണം. ഏതൊക്കെ? 11 കിട്ടാം, 12, 22, അങ്ങനെ 11ന്റെ മൾട്ടിപ്പിൾസോ 0യോ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു നമ്പർ ഡിവിസിബിൾ ബൈ 11 ആണെന്ന് പറയാം. അതായത് യൂണിറ്റ് ഓഡ് പ്ലേസിലെ നമ്പേഴ്സ് ആഡ് ചെയ്യുക, ഈവൻ പ്ലേസിലെ നമ്പേഴ്സ് ആഡ് ചെയ്യുക, അവർ തമ്മിലുള്ള ഡിഫറൻസ്, ആ ഒരു നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. ആ ഡിഫറൻസ് നമുക്ക് 0 ആവണം, അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾസ് ആവണം. അങ്ങനെ ആണെങ്കിൽ അത് 11 കൊണ്ട് ഡിവിസിബിൾ ആണ്, അല്ലെങ്കിൽ 11 കൊണ്ട് ഡിവിസിബിൾ അല്ല. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡിവിസിബിൾ ബൈ 12? 12 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ the number should be divisible by 4 and 3. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ബൈ 3 ആവണം, ഡിവിസിബിൾ ബൈ 4 ആവണം. അങ്ങനെയാണെങ്കിൽ ഡിവിസിബിൾ ബൈ 12 ആയിരിക്കും. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. ഈ രണ്ട് പ്ലേസ് നോക്കുക. ഇത് 4ന്റെ മൾട്ടിപ്പിൾ ആണോ അല്ലെങ്കിൽ 4 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കുക. അങ്ങനെയുള്ള നമ്പർ എന്ന് പറയുന്നത് അപ്പം തന്നെ നമുക്ക് ഓപ്ഷനിലേക്ക് പോകാം. 24 എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട് ഇവിടെ. ഇതാണ് 24 ആണ്. ഇവിടെ 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. 26 4 കൊണ്ട് ഡിവിസിബിൾ അല്ല. 22 4 കൊണ്ട് ഡിവിസിബിൾ അല്ല. 25 4 കൊണ്ട് ഡിവിസിബിൾ അല്ല. അപ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ കിട്ടി. ഇൻ കേസ് ഇതിലേതെങ്കിലും ഒരെണ്ണം 4 കൊണ്ട് ഡിവിസിബിൾ ആയിട്ട് വേറൊരെണ്ണം കൂടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ 3ന്റെ ഓപ്ഷനും കൂടി നോക്കണം എന്ന് മാത്രം. ഓക്കെ, 12th ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ലീസ്റ്റ് വാല്യൂ മസ്റ്റ് ബി assigned to star so that the number 6912 star is divisible by 25? 25 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ എന്താണ് റൂൾ എന്നറിയോ? ഈ ലാസ്റ്റ് നമ്പർ 25ന്റെ മൾട്ടിപ്പിൾ ആവണം. ഓക്കെ, 25ന്റെ മൾട്ടിപ്പിൾ ആവണം ലാസ്റ്റ് 2 ഡിജിറ്റ്സ്. ഓക്കെ, ഇനി അതല്ലെങ്കിൽ അത് 00 ആവണം. ഒന്നെങ്കിൽ 25ന്റെ മൾട്ടിപ്പിൾസ് ആവണം, അല്ലെങ്കിൽ 00 ആവണം. 25ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25 ആവാം, 50 ആവാം, 75 ആവാം. ഓക്കെ, അല്ലെങ്കിൽ 00 ആവാം ലാസ്റ്റ് 2 ഡിജിറ്റ്സ്. ഓക്കെ, ഇതിലേതെങ്കിലും ആവണം, എന്നാലേ നമുക്ക് എന്താവാൻ പറ്റുള്ളൂ? 25 കൊണ്ട് ഡിവിസിബിൾ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട, സ്റ്റാറിന് പകരം നമ്മൾ കൊടുക്കേണ്ട നമ്പർ ഏതായിരിക്കും? 5 കൊടുത്താൽ അവിടെ അത് 25 എന്ന് മാറും. 25 എന്ന് പറഞ്ഞാൽ 25ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ നമുക്ക് ഡിവിസിബിൾ ബൈ 25 ആണ്. ഓക്കെ, സ്പീഡ് കൂടി പോയിട്ടുണ്ടെങ്കിൽ പറയണം. നിങ്ങൾക്ക് പെട്ടെന്ന് കുറച്ച് സമയം കൊണ്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അല്ല, നിങ്ങൾക്ക് കുറച്ച് സ്ലോ ആയിട്ട് പറയണമെങ്കിൽ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ചിട്ട് നമ്മൾ ഒന്ന് പാകപ്പെടുത്തി പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.